പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് എന്നും നാമെല്ലാം വളരെ അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കുന്ന കരുനാഗപ്പള്ളി, ആ കരുനാഗപ്പള്ളി പലതുകൊണ്ടും എന്നും നമ്മുടെ കേരളത്തിന് മുന്നിൽ ഉയർന്നു തന്നെ നിന്നിട്ടുണ്ട്. സാംസ്കാരികമായും അതുപോലെ തന്നെ കലാസാഹിത്യപരമായും രാഷ്ട്രീയമായും ഒക്കെ തന്നെ വളരെ ഉന്നതരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ് കരുനാഗപ്പള്ളിയും പരിസരവും. ഓണാട്ടുകരയുടെ ചരിത്രത്തിൽ അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് നമുക്ക് ചരിത്രത്തിൽ വിശേഷിപ്പിക്കാവുന്ന നാട് തന്നെയാണ് കരുനാഗപ്പള്ളിയും കരുനാഗപ്പള്ളി പ്രദേശവും. സാഹിത്യകാരന്മാരായ ONV കുറുപ്പും അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും, ഞാൻ ആരുടെയും പേര് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തു പറയുന്നില്ല, എല്ലാ തരത്തിലുമുള്ള കലാകാരന്മാർ, അതുപോലെ മരണപ്പെട്ടുപോയ ഓച്ചിറ വേലിക്കുട്ടി, അതുപോലെ തന്നെ ഓച്ചിറയിൽ ജീവിച്ചിരുന്ന ഒട്ടനവധി കലാകാരന്മാർ, ഇവരെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടവർ തന്നെയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, അടുത്ത ആഴ്ച കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ഒരു വലിയ സാഹിത്യ മാമാങ്കം, അതേക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ തരത്തിലുള്ള വലുതും ചെറുതുമായ സാഹിത്യ മാമാങ്കങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ സുലഭമാണ്. എനിക്ക് തോന്നുന്നത് അതിന് തുടക്കം കുറിച്ചത് എൻ്റെ സുഹൃത്തു കൂടിയായ DC രവിയാണ്. അദ്ദേഹം DC ബുക്സിന്റെ നേതൃത്വത്തിൽ കേരള ഫെസ്റ്റ് എന്നൊരു സാഹിത്യ മാമാങ്കം കോഴിക്കോട്ട് കടപ്പുറത്ത് തുടങ്ങിക്കൊണ്ടാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കം കുറിച്ചത്. അത് വളരെ ശ്രദ്ധയാകർഷിക്കുകയും അക്ഷരസ്നേഹികൾക്കും ഉത്സവസ്നേഹികൾക്കും ഒരു നല്ല അനുഭവമായി മാറുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് തുടർന്ന് മാതൃഭൂമി തിരുവനന്തപുരത്ത് എന്ന പേരിൽ ഒരു സാഹിത്യ സാംസ്കാരിക ഉത്സവം ആരംഭിച്ചത്. അതും ഇപ്പോൾ കുറെ വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ അനുകരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും, ഇപ്പൊ ഈ വർഷം തന്നെ വയനാട്, അതുപോലെ തന്നെ ഏറനാട് സാഹിത്യോത്സവങ്ങളൊക്കെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മിക്കവാറും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇപ്പൊ ഈ തരത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിത് എടുത്തു പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, കരുനാഗപ്പള്ളിക്കാരനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മഹാപ്രതിഭ, ഒരു വലിയ കലാകാരൻ, ആ കലാകാരന്റെ പേര് ഞാനിപ്പോൾ ഇവിടെ എടുത്തു പറയുന്നില്ല, ആ കലാകാരന്റെ കഴിവെന്താണെന്ന് കരുനാഗപ്പള്ളിയുടെ തിരുമുഖത്ത് തന്നെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ സാഹിത്യ മാമാങ്കം നടക്കാൻ പോകുന്ന വെന്യൂവിൽ തന്നെ അദ്ദേഹത്തിന്റെ ആകർഷണമായ കലാവിരുന്ന് നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പം കാണാൻ കഴിയും. അത്രയും വലിയ ഒരു കലാകാരൻ, അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് പരാപരമായ അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് ഞാൻ എടുത്തു സൂചിപ്പിക്കുന്നത്. അദ്ദേഹമാണ് എനിക്ക് ഈ പരിപാടിയുടെ നോട്ടീസ് അയച്ചു തന്നത്. ഞാൻ അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന പലരും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആ സാഹിത്യകാരന്മാരിൽ തന്നെ 1, 2, 3 എണ്ണാവുന്ന പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ
വർഷങ്ങളായി ഞാനുമായി വലിയ സൗഹൃദവും സാഹിത്യ ബന്ധവും പുലർത്തിപ്പോരുന്ന ആളുകളാണ്. അവരുടെ പേരും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ നോട്ടീസ് പരക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കരുനാഗപ്പള്ളിക്കാരായ ഒരു പ്രഗത്ഭരുടെയും പേര് അതിനകത്ത് എവിടെയും കണ്ടില്ല. അവരിനി പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുക്കുന്നില്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ആ നോട്ടീസ് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ കരുനാഗപ്പള്ളിക്കാരായ വലിയ കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒന്നും ഒരു പേര് പോലും കണ്ടില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം പോലെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിൻ്റെ പിറകിൽ ഇല്ല. ആ പോസ്റ്റ് ഇട്ടതിന് പിറകിൽ ധാരാളം സുഹൃത്തുക്കൾ എന്നെ വിളിക്കേണ്ടായി. കരുനാഗപ്പള്ളിയിലും പരിസരവുമായി ഇന്ന് സാഹിത്യരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാർ, കലാകാരന്മാർ പലരും എന്നെ വിളിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കൊല്ലങ്ങൾക്ക് മുൻപ് പ്രായത്തിൽ തന്നെ എൻ്റെ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രദേശം കരുനാഗപ്പള്ളി തന്നെയാണ്. എന്നെ ഞാനാക്കി മാറ്റുന്നതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം കരുനാഗപ്പള്ളിയിലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ സാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങൾക്കും അതിലെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിഞ്ഞെങ്കിലും അതിനൊന്നും എൻ്റെ നാടോ മറ്റ് പ്രദേശങ്ങളോ ഒന്നും തന്നെ വലിയ കാര്യമായ പങ്ക് വഹിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് കോഴിക്കോടും പരിസരവും മാത്രമാണ്. ആ അവസ്ഥയിൽ കലാരംഗത്തായാലും സാഹിത്യരംഗത്തായാലും എന്നെ ഞാനാക്കി മാറ്റിയതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഗൾഫിലെ ജീവിതം തന്നെയാണ്. അബുദാബി മലയാളി സമാജം പോലുള്ള, അരങ്ങ് അബുദാബി പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളാണ് എന്നെ ആ രംഗത്ത് എന്തെങ്കിലും ആക്കി തീർക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അന്ന് അതിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ തന്നെയാണ് ഇന്നും എന്നെ ആ രംഗത്ത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ തന്നെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുറെ സാംസ്കാരിക പ്രവർത്തകരുമായും എഴുത്തുകാരുമായും ഒക്കെ ബന്ധമുണ്ടാകുന്നത് ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയിലാണ്. ഗൾഫ് ജീവിതം മതിയാക്കി മടങ്ങി വന്നതിന് ശേഷം ഉള്ള ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയിലാണ് എനിക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടുവാനും കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. അവരിൽ പലരുമാണ് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചത്. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അതവർ രേഖപ്പെടുത്തട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ അവരിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സാധാരണ എല്ലായിടവും നടക്കുന്നത് പോലെ ഒരു ഈവന്റ് മാനേജ്മെന്റ് പരിപാടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യത്തിന്റെ കച്ചവടമാണത് എന്നുള്ളതാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ഇത്തരം DC ബുക്സിൻ്റെതായിരുന്നാലും അല്ലെങ്കിൽ മാതൃഭൂമിയുടേതായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന പല ഇത്തര ഫെസ്റ്റിവലുകളിലും പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എല്ലാം പോകുമ്പോൾ ആ പ്രദേശത്തുകാരായി അവിടമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എഴുത്തുകാരെയും കലാകാരന്മാരെയും എല്ലാം അതിലെ ഒരു പ്രധാന പങ്കാളികളാക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിൻ്റെ സംഘാടകർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നെ ആദ്യം ചിന്തിപ്പിച്ചത്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈവന്റ് മാനേജ്മെന്റിന്റെ സൂത്രധാരൻ ഇവിടുത്തുകാരനല്ലെന്നും
പുറമേയുള്ള ആളാണെന്നും അദ്ദേഹത്തിന് ഇവിടുത്തുകാരെ കുറിച്ചൊരു ധാരണയും ഇല്ലാതെ പോയത് ഇതിനൊരു കാരണമായി എന്നുമാണ് ഞാൻ കേൾക്കുന്നത്. ആ കേൾക്കുന്ന കാര്യം സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുതിരുമ്പോൾ ഇവിടവുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതായാലും ഇതിനകത്തുണ്ടാകുമല്ലോ. അപ്പോൾ അവർ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കണമായിരുന്നു. ഇങ്ങനെ പ്രാദേശികമായും കുറെ ആൾക്കാരുണ്ട്. അത് വേറെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഒരു ബിസിനസ് കണ്ണോടുകൂടി നോക്കുമ്പോൾ പ്രാദേശികമായ ആളുകളെ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് മാറ്റ് കുറയും, അതിന് മൂല്യം കുറയും എന്നൊരു സൂചന കണ്ടു. സത്യത്തിൽ ഈ പ്രാദേശികമായ കലാകാരന്മാരെയും എഴുത്തുകാരെയും, കലാകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരാണ്. നാടകരംഗത്ത് അഭിനയം കൊണ്ടും അതുപോലെ തന്നെ എഴുത്തുകാരായും ഒക്കെ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ആളുകൾ ഈ കരുനാഗപ്പള്ളി ടൗണിൽ തന്നെയുണ്ട്. അരനൂറ്റാണ്ടിലേറായി ഈ രംഗത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് വളരെയേറെ സംഭാവനകൾ ആ മേഖലയ്ക്ക് നൽകിയ കേരളത്തിലെ മറ്റേതൊരു വലിയ നാടക രചയിതാവിനെയും നടനെയും ഒക്കെ ഒപ്പം നിൽക്കാനും അതിന് മുകളിൽ നിൽക്കാനും കഴിവുള്ള വ്യക്തികൾ ഈ കരുനാഗപ്പള്ളിയിലുണ്ട്. എന്തുകൊണ്ട് അവരെ ആരെയും പങ്കെടുപ്പിച്ചില്ല? ഒരു വലിയ ഒരു നാടകരംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിട്ട അല്ലെങ്കിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഒരു വലിയ നടനെ വിളിച്ചിരുത്തി അദ്ദേഹത്തിന്റെ നാടകാനുഭവങ്ങൾ എന്തുകൊണ്ട് സദസ്സുമായി പങ്കുവെക്കുന്ന ഒരു സെഷൻ അവിടെ വന്നില്ല? അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം വെറും കച്ചവടം മാത്രമാണ്. അല്ലാതെ കരുനാഗപ്പള്ളിയുടെ യശസ് വർദ്ധിപ്പിക്കാൻ അല്ലെ കരുനാഗപ്പള്ളിയുടെ സാംസ്കാരിക പൈതൃകത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു വലിയ പരിപാടിയായിട്ടൊന്നും ഇതിനെ ആരും വർണ്ണിക്കേണ്ട കാര്യമില്ല, കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഒരു കരുനാഗപ്പള്ളിക്കാരൻ കൂടിയായ എനിക്ക് പറയാനുള്ളത്. ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സായി മാത്രം ഇനി എല്ലാവരും അതിനെ കാണുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എഴുത്തുകാരിൽ അങ്ങേയറ്റം ഉന്നതനായ ആരുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു സുഹൃത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വിനോദ് ശാസ്ത്ര. ഈ വിനോദ് ശാസ്ത്ര, അദ്ദേഹത്തിന്റെ പേര് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒരു രംഗത്തും എനിക്ക് അങ്ങനെ അത്ര അദ്ദേഹത്തെ പരിചയം പോരാ, നേരിട്ടും ഉള്ള പരിചയം പോരാ. ഞാൻ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തലക്കനമുള്ള അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഒരാൾ പോലും കരുനാഗപ്പള്ളിയിൽ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹം സ്വല്പം ശിരസ് മുകളിലോട്ട് ഉയർത്തി നോക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെയാണ്. ONV കുറുപ്പ് സാറിന് ശേഷം ഈ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന പല വ്യക്തിത്വങ്ങളുമുണ്ട്. അവരെയൊക്കെ കാണണമെങ്കിൽ ഒരുപക്ഷെ ഈ വിനോദിന്റെ അതേ ഉയരത്തിൽ നേരെ നോക്കിയാൽ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അല്പം ശിരസൊന്ന് മുകളിലേക്ക് ഉയർത്തി നോക്കണം, എങ്കിലേ അവരുടെ മുഖം കാണാനും തിരിച്ചറിയാനും കഴിയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ഇട്ടിരിക്കുന്ന കമന്റിൽ പറയുന്നുണ്ട്, പണം കൊടുത്ത് മാത്രം പുസ്തകം അച്ചടിപ്പിക്കുന്ന കുറെ ആളുകളുള്ള ഒരേ ഒരു സ്ഥലം കരുനാഗപ്പള്ളിയാണ് എന്നാണ്. അതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനല്ല. അങ്ങനെ ആരെങ്കിലും പണം കൊടുത്ത് അച്ചടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലതും പറയാനുള്ളത് അവരാണ് അതിന് മറുപടി പറയേണ്ടത്. പിന്നെ അതേക്കുറിച്ച് എനിക്ക് പൊതുവായി പറയാനുള്ളത്, ഇന്ന് പഴയ അവസ്ഥയല്ല. പണ്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ സാഹിത്യകാരന്മാരായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അവരെന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ
അന്ന് പ്രസാധകരുടെ എണ്ണം കുറവാണെങ്കിൽ തന്നെയും, പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും, ഉള്ള പ്രസാധകർ വന്ന് ഓരോരോ പേജ് കഴിയുമ്പോഴും അത് വാങ്ങിച്ചുകൊണ്ട് പോയി അച്ചടിക്കാൻ തയ്യാറാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് എഴുത്തുകാരുടെ എണ്ണം കൂടി. ധാരാളം പേർ അക്ഷരാഭ്യാസം ഉണ്ടായതോടുകൂടി, ചിന്തിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി എഴുത്തുകാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ എഴുത്തുകാർ ഒരു പുസ്തകമോ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഉടൻ അത് അച്ചടിച്ച് കാണാനുള്ള അവരുടെ ആഗ്രഹമുണ്ട്. പിന്നെ പഴയതുപോലെയല്ല. സാമ്പത്തികമായും ഇന്ന് നമ്മുടെ നാട് വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിന്റെ സമ്പത്ത് ഉണ്ടായതോടുകൂടി. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ 40 കൊല്ലത്തോളം ഗൾഫിൽ കഴിഞ്ഞ ഒരാളാണ്. ഏറ്റവും കൂടുതൽ എഴുത്തുകാരുള്ളത് ഗൾഫിലാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിപ്പിക്കുന്നതും ഗൾഫുകാരുടേതാണ്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ പണം കൊടുത്ത് അച്ചടിപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാകുന്നതോടുകൂടി ഇവിടെ പ്രസാധകരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നത്, 1-2 പുസ്തകം എഴുതി അച്ചടിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ പിന്നെ ഒരു പ്രസാധകനായിട്ടും കൂടെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ തങ്ങൾക്ക് പരിചയമുള്ള തങ്ങളുടെ സുഹൃത്തുക്കളായ ആരെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഇവരുടെ നേതൃത്വത്തിലാണ് പിന്നെ അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ തരത്തിലേക്ക് അത് മാറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രത്തോളം ആളുകൾ പണം കൊടുത്ത് പുസ്തകം അച്ചടിപ്പിക്കുന്ന ഒരവസ്ഥ വന്നത്. തന്നെയുമല്ല, പണം കൊടുത്തല്ലാതെ പ്രസാധകർ നേരിട്ട് വാങ്ങി അച്ചടിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പുസ്തകം വാങ്ങി വായിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരുടെ കൃതികൾ മാത്രമേ ഇന്ന് പ്രസാധകർ നേരിട്ട് പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഈ എഴുത്തുകാർ തന്നെ അച്ചടിപ്പിച്ച് അവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറേയൊക്കെ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. നമ്മൾ അതിനെ പുച്ഛമാക്കി കാണേണ്ട കാര്യമില്ല. ഈ തകഴിയും ബഷീറും ഉള്ള വലിയ എഴുത്തുകാരുള്ള കാലത്ത് പോലും ഇന്ന് നമ്മൾ പേരുകൊണ്ടറിയപ്പെടുന്ന പല എഴുത്തുകാരും പുസ്തകങ്ങൾ സ്വന്തമായിട്ട് അച്ചടിപ്പിച്ചിട്ട് വീടാന്തരം കൊണ്ടു നടന്ന് വിൽക്കുന്ന, 10-50 പൈസ വിലയുള്ള കാലത്ത് അത് വിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ ആരാധ്യനായ വൈക്കം മുഹമ്മദ് ബഷീർ പോലും ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടെന്ന് അദ്ദേഹം തന്നെ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ. അദ്ദേഹം ആ പുസ്തകം അച്ചടിച്ചിട്ട് വൈക്കത്തും തലയോലപ്പറമ്പിലുമൊക്കെ ഓരോ വീടുകളിലും നടന്ന് ആ പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെയും ഒരു പുത്തരി അല്ല സ്വന്തമായി പുസ്തകം അച്ചടിപ്പിക്കുക എന്നുള്ളത്. പിന്നെ അത് കരുനാഗപ്പള്ളിയിൽ അങ്ങനെയുള്ളവരുടെ മാത്രം കേന്ദ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല. മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രതികരണം വളരെ നിലവാരം കുറഞ്ഞതായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലരും അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. 40-40ഓളം പേർ അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഈ വിനോദിന്റെ പ്രതികരണമാണ് എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയത്. ഈ പ്രതികരണം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ തരത്തിലൊരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ വില കുറഞ്ഞ ഒരു വർത്തമാനമായി പോയി അത് പറഞ്ഞത്. പണം മുടക്കി പുസ്തകം അടുപ്പിക്കുന്നവർ കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഒരു പക്ഷേ കരുനാഗപ്പള്ളിയേക്കാൾ കൂടുതൽ എനിക്കറിയാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു ഒരു കള്ളിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതി വിനോദ് കമന്റിൽ കാണിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവന്റ് മാനേജ്മെന്റ് നടത്തിയാലും ഇല്ലെങ്കിലും ഈ നടക്കുന്ന സംരംഭം അത് നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും
പ്രചോദനമായി തീരട്ടെ, പ്രോത്സാഹനമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.